റഷ്യക്കെതിരെ ഉക്രൈൻ നടത്തിയ ആക്രമണം ഏകദേശം 4ഓളം ബേസുകൾ, അതും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ന്യൂക്ലിയർ ബേസ് ഉൾപ്പെടെയുള്ള, അതായത് ലോങ് ഹോൾ ഫ്ലൈ ചെയ്ത് മിസൈലും ബോംബറൊക്കെ ഇടുന്ന അവരുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റ്, ഒന്ന് ഹ്യൂജ് എയർക്രാഫ്റ്റ്, 4 ഇഞ്ചിനുള്ള എയർക്രാഫ്റ്റ്, അത് പലതും ഫൈറ്റർ ജെറ്റുകൾ, അവരുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ജെറ്റുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇതുൾപ്പെടെ ഏകദേശം 41 പോയിരിക്കുന്നത്. ഇതുമായിട്ടനുബന്ധിച്ച് റഷ്യൻ മീഡിയയിൽ വാർത്ത വായിച്ചു കഴിയുമ്പോൾ ആ മീഡിയ മുഴുവനും ഷോക്ക്ഡാണ്. അതായത് റഷ്യക്കാർ മുഴുവനും ഷോക്കായിപ്പോയി. റഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർക്ക് ഇതേപോലെ അടി കിട്ടുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് അവരുടെ 41 എയർക്രാഫ്റ്റുകൾ ഒരേപോലെ കത്തി നശിച്ചു. 7 ബില്യൻ്റെ നഷ്ടമുണ്ടായെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കുക, എത്ര പൂജ്യം കണ്ട് 7ൻ്റെ കൂടെ. നഷ്ടത്തെക്കാളുപരി ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യം, അതായത് ഉക്രൈൻ, അതേപോലെ ഏതെങ്കിലും 1-2 രാജ്യങ്ങൾ റഷ്യയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സ്ഥിതിയിലോട്ടാണ് ഈ സംഭവം മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം റഷ്യ ഉക്രൈൻ ബോർഡറിൽ നിന്നും 4000 കിലോമീറ്റർ ദൂരെയാണ് ഈ ബേസുകൾ എന്ന് പറയുന്നത്. പലയിടത്തായിട്ടാണ് ബേസുകൾ. ഇതിനകത്ത് ഈ വീഡിയോ കാണുന്നവർ, ചില ആൾക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ ബേസിനും ചുറ്റുമായിട്ട് റഷ്യ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം. നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാണ് ഈ S-400 ആണ് നമ്മളെ ഭയങ്കരമായിട്ട് രക്ഷിച്ചത്, അല്ലാതെ സംഭവം ഉണ്ടായെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ വിട്ടിരിക്കട്ടെ, അതിനെപ്പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പോൾ കറണ്ടായിട്ട് നടന്ന സംഭവം റഷ്യയുടെയാണ് ഈ സിസ്റ്റം S-400. ഉറപ്പായിട്ടും ഇതേപോലെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യും. കാരണം അവരുടെ എത്രമാത്രം മിലിറ്ററി അസറ്റുകൾ, ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ പോകുന്ന ബോംബർ എയർക്രാഫ്റ്റുകൾ, അതേപോലെ ഏറ്റവും അത്യാധുനികമായ എയർക്രാഫ്റ്റുകൾ, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റൊക്കെ ഉള്ള ബേസുകളുടെ ചുറ്റും ഈ സിസ്റ്റം കണ്ടിരിക്കും. അത് 100% ഉറപ്പാണ്. പല രീതിയിലുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും അറ്റാക്ക് ചെയ്തു, ചിലയിടത്ത് ചില ഭാഗത്ത്, അതായത് സ്മഗിൾ ചെയ്ത് പല മിസൈൽസും പല ട്രക്കിൽ കൊണ്ടുപോയിട്ട് അത് ലോങ് റേഞ്ച് സംഭവം, ഏകദേശം 100-200 കിലോമീറ്റർ ദൂരത്ത് നിന്നും, അതായത് ഒരു ഭാഗത്ത് നിന്ന് ഡ്രോൺ അറ്റാക്ക് ചെയ്യുമ്പം അതിനെ സപ്പോർട്ടീവായിട്ട് മിസൈലും കൂടെ അയച്ചു. കാരണം ഇതിനകത്ത് എടുക്കുമ്പോഴും മനസ്സിലാകുന്നത്, ഇതിനകത്ത് ജർമ്മൻ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഫോറൻസിക് റഷ്യൻ എക്സ്പേർട്ടുകൾ തന്നെ ജർമ്മൻ മിസൈൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ റഷ്യ ഈ പറഞ്ഞ S-400 എന്ന് പറഞ്ഞ് ക്രിപ്പിൾ ഡൗൺ. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് റഷ്യൻ ഒറിജിനാണ് S-400. അവർക്ക് ഈ സംഭവം അവരുടെ ബേസുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, 41 എയർക്രാഫ്റ്റ് ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരേ സമയം തീർന്നു. ഈ പറയുന്ന S-400 എയർ ഡിഫൻസ് സിസ്റ്റം എവിടെയും വർക്ക് ചെയ്തും, അതുകൂടാതെ തന്നെ മറ്റുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും കാണും, ഉറപ്പായിട്ടും കാണും. ഇതൊന്നും വർക്ക് ചെയ്തില്ല. അപ്പം നമ്മൾ ചോദിക്കാൻ, ജാമർ വെച്ച് അതൊക്കെ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയണം, അവിടെ ജാമർ വെച്ചിട്ടുണ്ടോ, മറ്റു പലത് വെച്ചിട്ടുണ്ടോ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഉക്രൈൻ്റെ സ്പൈ ഏജൻസിയായ SBU ഇത് ചെയ്ത് ഇത്രമാത്രം കൃത്യമായിട്ട് റഷ്യയുടെ ചരിത്രത്തിലില്ലാത്ത അടി കിട്ടി. 2ാം ലോകമഹായുദ്ധത്തിൽ പോലും ഇതേപോലെ അടി അവർക്ക് കിട്ടിയിട്ടില്ല. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഇൻ കേസ് ഇപ്പം റഷ്യയെ ആരെങ്കിലും കയറി ഇപ്പം അടിക്കുവാണെങ്കിൽ, അതായത് റഷ്യ എക്സ്ട്രാ ആയിട്ട് കയറി അടിക്കുവാണെങ്കിൽ റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രമാണ് നാശം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറയുന്നു, അവർക്ക് ന്യൂക്ലിയർ വെച്ച് പോകേണ്ട പല എയർക്രാഫ്റ്റുകൾ പോലും ഇല്ലാതായിപ്പോയി. ഈ 41 എയർക്രാഫ്റ്റ് ഒറ്റയടിക്ക് പോവുക എന്ന് പറയുന്നത് അത്ര അക്സെപ്റ്റബിളായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബലായ മിലിറ്ററി എക്സ്പേർട്ടുകൾ അവരുടെ പത്രങ്ങളിൽ കൊടുത്തിരിക്കുന്ന പല ഒപ്പീനിയൻസ് ഈ പറയുന്നത്, അതായത് ഉക്രൈൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് റഷ്യയോട് സ്ട്രൈക്ക് ബാക്ക്, അതായത് റിട്ടാലിയേഷൻ നടത്താൻ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് തെളിയിച്ചു.
അവർ സിവിലിയൻ ഏരിയയിലൊന്നുമല്ല അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, റഷ്യയുടെ മിലിറ്ററി ബേസുകളിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. ഇതേപോലെ തന്നെ ഈ പറയുന്ന SBU ഈ മോസ്കോയിൽ, അതായത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം അതിൻ്റെ എന്തുമായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ പ്രതിസന്ധി, അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നാശമാക്കി കളയും. മനസ്സിലാക്കാനുള്ളത്, ഇന്ന് രാവിലെ പിന്നെ ടോക്സ് നടക്കുവാണ് ഇസ്താംബുളിൽ റഷ്യയും ഉക്രൈനുമായിട്ട് സീസ് ഫയർ ടോക്സ്. ഈ സമയത്താണ് അതിശക്തമായ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് പല ആവർത്തിയിലും പല വീഡിയോയിലും ഞാൻ പറഞ്ഞത്. റഷ്യയുടെ മിലിറ്ററി മൈറ്റി പവർ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായിട്ട് വർഷങ്ങളായി. കാരണം അവർക്ക് ഇന്നത്തെ മോഡേൺ വാർഫെയറുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പലതും ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ പൊളിഞ്ഞു പോയത്. പിന്നീട് ഈ റഷ്യയുമായി ബന്ധപ്പെട്ട അവരുടെ പല മിലിറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, അതിൻ്റെ റിസർച്ച് പല രാജ്യങ്ങളിലായിട്ട് ചിന്നിച്ചെറിപ്പോയി. കാരണം റഷ്യൻ ഫെഡറേഷൻ വന്നു കഴിയുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് പല സാധനങ്ങളിലെ പ്ലാന്റുകൾ പല സ്ഥലത്തായിപ്പോയി. ഇവർക്കത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ പഴയ സാധനങ്ങളൊക്കെ മോഡേണൈസ് ചെയ്ത് ഇവരങ്ങ് കൊണ്ടുപോയി. കാരണം പിന്നീട് ഫർദർ റിസർച്ചും പരിപാടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് റഷ്യയിലുള്ള പല സയൻറ്റിസ്റ്റുകളും പലരും പല രാജ്യത്തോട്ടങ്ങ് പോയി. പലരും അമേരിക്കയിൽ പോയി, പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി, പല ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകളും ലോകത്തിലെ പല രാജ്യങ്ങളിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ഇതുകൊണ്ടാണ് പല ആവർത്തി ഞാൻ പറഞ്ഞത് റഷ്യൻ മിലിറ്ററി ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ അല്ല മോഡേൺ എയർ വാർഫെയറിലും മോഡേൺ വാർഫെയറിലും. അത് കൃത്യമായിട്ട് കണ്ടൊരു സംഭവമാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ. എന്താണ് റഷ്യയുടെ 4000 കിലോമീറ്റർ ഡീപ്പിനകത്ത് മാറി കുറച്ച് സ്പൈ ഏജൻസികൾ, അതായത് ഉക്രൈൻ ഏജൻസികൾ കാണിച്ച സംഭവം ഗ്ലോബലായിട്ട് ഷോക്കായി പോയി. ഇപ്പോൾ റഷ്യൻ മീഡിയയും റഷ്യയും അവിടെയുള്ള ജനങ്ങൾ മാത്രമൊന്നുമല്ല, ഗ്ലോബൽ ഷോക്കായി പോയി. ഉക്രൈൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെയാണ് മിലിറ്ററി ആംസ് ഒക്കെ അവർ വാങ്ങി സെറ്റിൽ ആവുന്നത്. ഈ വാറിനൊക്കെ ശേഷമാണ് ഒരു പ്രൊഫഷണൽ ആർമി ആയിട്ട് അവർ ഫോർമേഷൻ ഉണ്ടാകുന്നത് പോലും. അപ്പൊ അവർക്ക് ഇത്ര ഡീപ്പായിട്ട് റഷ്യയെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ റഷ്യയുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലായി. കാരണം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പൊ ഇനി ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്യും? ഇനിയും പല ബേസുകൾ ഇതേപോലെ പല രീതിയിൽ ഉക്രൈൻ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ റഷ്യക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? അതായത് റഷ്യ ഇപ്പം പല ഭാഗത്തായിട്ട് മിസൈൽ വിടുന്ന പോലൊന്നും അല്ല. ഒറ്റയടിക്ക് 41 തീരുക എന്ന് പറയുന്നത് അത് ഒരു മിലിറ്ററി ലോജിക്കിൽ ഒരു അക്സെപ്റ്റബിൾ അല്ല, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഭാഗത്ത് ഇവരുടെ റഷ്യയുടെ എല്ലാ ഇന്റലിജൻസ് ആണെങ്കിലും എയർ ഡിഫൻസ് എല്ലാം കംപ്ലീറ്റ് പരാജയപ്പെട്ടു പോയി. ഇത് നോക്കിക്കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് വരാനുള്ള സമയത്ത് റഷ്യൻ മിലിറ്ററി എക്യുപ്മെന്റ്സ് ആണെങ്കിലും അവരുടെ സ്പൈ ഇന്റലിജൻസ് ആണെങ്കിലും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും അവരുടെ എയർക്രാഫ്റ്റ് ആണെങ്കിലും ലോകത്തിൻ്റെ ഇന്നത്തെ മോഡേൺ എയർ വാർഫെയറിന് പറ്റിയതല്ല. ഇത് വീണ്ടുമാണ് റഷ്യ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയിരിക്കാൻ വരാനുള്ള ദിവസങ്ങളിൽ എന്താണ് ഉക്രൈൻ വീണ്ടും, അതായത് റഷ്യ തിരിച്ചായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ റഷ്യ വീണ്ടും വലിയ രീതിയിൽ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. കാരണം റഷ്യയുടെ കേപ്പബിലിറ്റി പോയിന്റ്. ഇതിനെപ്പറ്റി വരാനുള്ള ദിവസം നമ്മൾ നോക്കാം എന്താണ് ഫർദർ സംഭവിക്കാൻ പോകുന്നത്.